നമസ്കാരം. ഒരാഴ്ച മുമ്പ് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ 2026 കുടുംബസംഗമം നടന്നത്. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ സൂപ്പർ താരങ്ങളടക്കം പങ്കെടുത്ത വലിയ ചടങ്ങായിരുന്നു അത്. പത്മഭൂഷൺ കിട്ടിയ മമ്മൂട്ടിയെയും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ മോഹൻലാലെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചിരുന്നു. നിരവധി കലാപരിപാടികളും സംഘടനയിൽ അംഗമായ താരങ്ങളുടെ പങ്കാളിത്തത്തോടെ നടന്നു. പരിപാടിയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഒരു വോയിസ് ക്ലിപ്പും ഇതിനിടെ വലിയ രീതിയിൽ ചർച്ചയായെന്നല്ല വിവാദമായി മാറിയിരിക്കുകയാണ്. അമ്മ എന്ന സംഘടനയെ തന്നെ പിളർപ്പിലേക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പ് പ്രചരിക്കുന്നത്. സംഘടനയുടെ ഭാരവാഹിയായ ലക്ഷ്മിപ്രിയ മറ്റൊരു ഭാരവാഹിയായ നീന കുറുപ്പിനെതിരെയുള്ള രോഷം പ്രകടിപ്പിക്കുന്നതും ശപിക്കുന്നതും ഈ ഒരു വോയിസ് ക്ലിപ്പിൽ കേൾക്കാവുന്നതാണ്. ഡാൻസ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത് ലക്ഷ്മിപ്രിയയുടെ നേതൃത്വത്തിലും ഫാഷൻ ഷോ നീന കുറുപ്പിന്റെ നേതൃത്വത്തിലുമാണ് കോർഡിനേറ്റ് ചെയ്തത്. എന്തായാലും അമ്മ സംഘടനയിലെ വനിതാ അംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം തുടരവേ പലരും വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. നടിമാരായ നീന കുറുപ്പും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള തർക്കമാണ് ഏറ്റവും വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. നീന കുറുപ്പിനെതിരെ രൂക്ഷ ഭാഷയിൽ സംസാരിക്കുന്ന ലക്ഷ്മിപ്രിയയുടെ വോയിസ് മെസ്സേജ് പുറത്ത് എന്തായാലും ചർച്ചയായിട്ടുണ്ട്. ഇതിനിടെ ലക്ഷ്മിപ്രിയയും നടി അൻസിബ ഹസനും തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. ഇവർ തമ്മിലുള്ള പ്രശ്നം പോലീസ് സ്റ്റേഷൻ വരെ എത്തിയെന്ന് ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ വെളിപ്പെടുത്തുന്നു. താരസംഘടനയായ അമ്മയിലെ തീയും പുകയും ഉടനെയൊന്നും എരിഞ്ഞടങ്ങുന്ന ലക്ഷണം കാണുന്നില്ല. കാരണം കൂടുതൽ ദുരൂഹമായ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. 2 ആഴ്ച മുമ്പ് അമ്മ ഭാരവാഹിയായ നടി പോലീസ് സ്റ്റേഷനിൽ നിന്നും തലയൂരിയത് എങ്ങനെയെന്ന തലക്കെട്ടിൽ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു. ആ എപ്പിസോഡ് കണ്ട ലക്ഷ്മിപ്രിയ എന്നെ ഫോണിൽ വിളിച്ച് ഇക്കയ്ക്ക് ഈ വാർത്ത ആരാണ് തന്നതെന്ന് ചോദിച്ചിരുന്നു. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടിയ വിവരമാണെന്ന് ഞാൻ പറഞ്ഞു. അൻസിബയുടെ മെസ്സേജ് കാരണം ലക്ഷ്മിപ്രിയയുടെ കുടുംബജീവിതത്തിലുണ്ടായ അടിയും പ്രശ്നങ്ങളുമായതിനാൽ പേര് പുറത്തു വിട്ടിരുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ അൻസിബയും ലക്ഷ്മിപ്രിയയും തകർത്താടി അവിടെ ഇളക്കി മറിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. നീന കുറുപ്പിന് ലക്ഷ്മിപ്രിയ അയച്ച വോയിസ് മെസ്സേജ് കടന്ന് കൈയായിപ്പോയി. എനിക്ക് ലക്ഷ്മിപ്രിയയുമായി അടുത്ത സൗഹൃദമുണ്ട്. പണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയിരുന്ന ആളാണ് ലക്ഷ്മിപ്രിയ എന്നും ആലപ്പി അഷ്റഫ് കൂട്ടിച്ചേർത്തു. എന്നാലും അമ്പ് വില്ലിൽ നിന്നും വാക്ക് നാവിൽ നിന്നും ജീവൻ ശരീരത്തിൽ നിന്നും പോയാൽ പിന്നീട് ഒരിക്കലും അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. കോപവും കൊടുങ്കാറ്റും ഒക്കെ ഒരുപോലെയാണ്. പലപ്പോഴും അത് ശമിച്ചതിനു ശേഷം മാത്രമായിരിക്കും എത്ര നാശമാണ് അത് വിതച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അമ്മയുടെ ഭാരവാഹികൾ തമ്മിൽ നടക്കുന്ന ചെളിവാരിയെറിയലുകളും കൂട്ടയടിക്കും നിദാനമായ കാരണങ്ങൾ എന്തെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. താരസംഘടനയായ അമ്മയിലെ പുകയും തീയും ഒക്കെ ഉടനെയെങ്ങും എരിഞ്ഞടങ്ങുന്ന ലക്ഷണം കാണുന്നില്ല. കാരണം കൂടുതൽ ദുരൂഹമായ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ 2 ആഴ്ചയ്ക്ക് മുൻപ് 250ാമത്തെ എപ്പിസോഡിൽ അമ്മ ഭാരവാഹിയായി നടി പോലീസ് സ്റ്റേഷനിൽ നിന്നും തടിയൂരിയത് എങ്ങനെയെന്ന തലക്കെട്ടോട് കൂടി ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ആ എപ്പിസോഡിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അമ്മയിൽ അടി തുടങ്ങിയെന്ന്. ആ എപ്പിസോഡ് കണ്ട ലക്ഷ്മിപ്രിയ എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചിരുന്നു, ഇക്കയ്ക്ക് ഈ ന്യൂസ് ആരാണ് തന്നതെന്ന്. ഞാൻ പറഞ്ഞു, തൃപ്പൂണിത്തുറ ഹിൽ പാലസ് വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടിയ വിവരമാണെന്ന്. അത് അൻസിബയുടെ ഒരു മെസ്സേജ് കാരണം ലക്ഷ്മിപ്രിയയുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായ അടിയും പ്രശ്നങ്ങളും ഒക്കെ ആയതിനാൽ ഞാൻ അന്ന് ആ പ്രശ്നം സൂചിപ്പിച്ചു എന്നല്ലാതെ അവരുടെ പേര് പറയുകയോ കൂടുതൽ വിശദീകരണങ്ങൾ എന്റെ ചാനലിലൂടെ നൽകുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ സംഭവം വിശദീകരിച്ച് പേരുൾപ്പെടെ മറ്റു പല ചാനലുകളിലും വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പേര് പറഞ്ഞത്. ഇപ്പോൾ പ്രചരിക്കുന്ന ലക്ഷ്മിപ്രിയയുടെ വോയിസ് ക്ലിപ്പ് ഏറ്റവും ആദ്യം കിട്ടിയത് എനിക്കായിരുന്നു. ഞാൻ ഈ വോയിസ് ക്ലിപ്പ് പുറത്തുവിടുകയോ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയോ ചെയ്തില്ല. അതിന് കാരണം ഞാനായിട്ട് പുറത്തുവിട്ട ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. എനിക്ക് ഈ വോയിസ് ക്ലിപ്പ് കിട്ടി 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മുൻനിര ചാനലുകളിൽ ഉൾപ്പെടെ ഈ വാർത്ത വന്നത്. പോലീസ് സ്റ്റേഷനിൽ അൻസിബയും ലക്ഷ്മിപ്രിയയും ചേർന്ന് അവിടെ കിടന്ന് തകർത്താടി ഇളക്കി മറിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ലക്ഷ്മിപ്രിയ നീന കുറുപ്പിനെ പുലഭ്യം പറഞ്ഞുകൊണ്ടും അധിക്ഷേപിച്ചു പുറത്തു വന്ന വോയിസ് ക്ലിപ്പ് അതൊരു കടന്ന കൈയായി പോയി എന്ന് പറയാതെ നിർവാഹമില്ല. അമ്മയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നത് കൊണ്ട് കാണിക്കേണ്ട മര്യാദയും മാന്യതയും ഒക്കെ ലക്ഷ്മിപ്രിയ മറന്നു കളയുകയാണ് ഉണ്ടായത്. അമ്മയുടെ വൈസ് പ്രസിഡന്റ് അതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറോട് പറയുന്നത്, നീന കുറുപ്പെ, നീ ഗതി കിട്ടാതെ നരകിച്ചേ ചാവുകയുള്ളൂ എന്ന് ഞാൻ എഴുതി വെച്ച് തരാം. നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും എന്ത് കോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല. പിന്നീട് പറയുന്നു, നിങ്ങൾ ഒരു പന്ന സ്ത്രീയാണ്. നിങ്ങൾ ഒരു സ്ത്രീയാണോ? സ്ത്രീകൾക്ക് പോലും അപമാനമാണ് നിങ്ങൾ. വിഷമാണ് നിങ്ങൾ. ഇങ്ങനെ തുടങ്ങി പുലഭ്യ വർഷം കൊണ്ട് അഭിഷേകം നടത്തി നീന കുറുപ്പിനെ വലച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുകയാണ് ഉണ്ടായത്. ലക്ഷ്മിപ്രിയയുടെ ഈ ഉറഞ്ഞുതുള്ളലിന് കാരണം അമ്മയുടെ കുടുംബസംഗമത്തിൽ സംഘടിപ്പിച്ച കലാപരിപാടിയിൽ നീന കുറുപ്പിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച എന്തോ ചെറിയ പിഴവായിരുന്നു. ലക്ഷ്മിപ്രിയ കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളുമ്പോൾ നമുക്ക് ചിരി സമ്മാനിക്കുന്ന ഒരു ഡയലോഗ് പറയുന്നുണ്ട്. നീന കുറുപ്പെ, നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം വാങ്ങിക്കേണ്ടത്, ബഹുമാനം കൊടുത്താണ് ബഹുമാനം വാങ്ങിക്കേണ്ടത്. പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിച്ചുകൊണ്ടാണ് സ്നേഹത്തെയും ബഹുമാനത്തെയും കുറിച്ച് വെച്ച് കാച്ചുന്നത്.
ലക്ഷ്മിപ്രിയ കോപം കൊണ്ട് ജ്വലിക്കുന്നതിനിടയിൽ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു പഴയ കുടിപ്പകയുടെ കഥയുണ്ട്. നീന കുറുപ്പെ, സംഘടനയുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ട് ചെയ്യരുതെന്ന് നീ പലരോടും പറഞ്ഞതായി ഞാൻ അറിഞ്ഞുവെന്നാണ്. മൗനം വിദ്വാനഭൂഷണം എന്ന് പറയുന്നത് പോലെ ഇത്രയധികം അധിക്ഷേപങ്ങൾക്ക് പാത്രമായിട്ടും നീന കുറുപ്പ് പൊതുമധ്യത്തിൽ വന്ന് വിഴുപ്പലക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ല എന്നത് ശ്രദ്ധേയമാണ്. അതവിടെ അവരുടെ വ്യക്തിപ്രഭാതത്തെ ഉയർത്തിക്കാട്ടുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തന്നെ ലക്ഷ്മിപ്രിയയുമായി ബന്ധപ്പെട്ട് നേരത്തെയും പല രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. അതിൽ പ്രധാനമായിരുന്നു ഭർത്താവ് ജയേഷുമായി പിരിഞ്ഞു എന്നുള്ളത്. സമീപകാലത്ത് താനും ഭർത്താവും ജയേഷും തമ്മിൽ പിരിയുകയാണെന്ന് സോഷ്യൽ മീഡിയയിൽ ലക്ഷ്മിപ്രിയ കുറിപ്പിട്ടത് വലിയ ചർച്ചകൾക്ക് വഴി തെളിയിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വൈറലായതോടെ നിമിഷങ്ങൾക്കകം ലക്ഷ്മിപ്രിയ ഇത് ഡിലീറ്റ് ആക്കുകയും ചെയ്തിരുന്നു. 22 വർഷമായി തുടരുന്ന ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നാണ് ലക്ഷ്മിപ്രിയ കുറിച്ചത്. ഇപ്പോൾ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എന്താണ് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതാൻ കാരണമെന്ന് വിശദീകരിക്കുകയാണ് ലക്ഷ്മിപ്രിയ. എനിക്ക് പേഴ്സണലി ഡിവോഴ്സ് ചെയ്യാൻ ഇഷ്ടമില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. ഇത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നറിയില്ല. ഡിവോഴ്സിന്റെ ഇരകൾ കുഞ്ഞുങ്ങളാണ്. മക്കൾക്ക് അച്ഛനും വേണം, അമ്മയും വേണം. അതൊന്നും ഇല്ലാതെ വളർന്ന ബാല്യമാണ് എന്റേത്. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ എന്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയി. അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫാമിലി ലൈഫ് വേണമെന്നും കുഞ്ഞുങ്ങൾ വേണമെന്നും ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡിവോഴ്സിനോട് എപ്പോഴും മുഖം തിരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. വളരെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിലും ഈഗോയുടെ പേരിലും ഒക്കെയാണ് ഡിവോഴ്സുകൾ ഉണ്ടാകുന്നത്. ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാവുന്ന കാര്യമേ ഉണ്ടാകൂ. എനിക്ക് ഫേസ്ബുക്കിൽ എഴുതുന്ന പരിപാടിയുണ്ട്. എന്റെ ഒരു കഥാപാത്രം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ എഴുതിയ 4 വരി വായിച്ചിട്ട് അഭിപ്രായം പറയുന്നതാണ് ഏറ്റവും സന്തോഷം നൽകുന്നത്. എന്റെ എഴുത്തുകൾ വായിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ചില ഇമോഷൻസും മൂഡ് സ്വിങ്സും ഒക്കെ എഴുതാറുണ്ട്. സാധാരണ ഒരു വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം വിവാഹേതര ബന്ധമാണ്, അല്ലെങ്കിൽ ലഹരി ഉപയോഗം മൂലമുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ. ഇതൊന്നും 22 വർഷമായി ഞങ്ങൾക്കിടയിലില്ല. ഇതൊന്നുമല്ലാത്ത കാര്യങ്ങളും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വരാം. അങ്ങനെ എടുത്തു പറയാൻ മാത്രം പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കിടയിലില്ല. പാട്ടൊക്കെ പാടി യാത്ര ചെയ്യുന്ന വീഡിയോസ് ഇടുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്, ലക്ഷ്മി എത്ര ഭാഗ്യവതിയാണ്, ജയശേട്ടൻ എപ്പോഴും പാട്ടൊക്കെ പാടി തരുമല്ലോ എന്നൊക്കെ പറയും. എന്നാൽ വൈകുന്നേരമാകുമ്പോൾ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കുണ്ടാക്കും. ഇങ്ങനെയാണ് ജീവിതം. കുറച്ചു കഴിയുമ്പോൾ കൂട്ടാകും. ഞാനാണ് ജയശേട്ടനോട് അങ്ങോട്ട് പോയി മിണ്ടുന്നത്. ജയശേട്ടന് കുറച്ച് വാശിയുണ്ട്, മിണ്ടാതിരിക്കും. എനിക്ക് മിണ്ടാതെ പറ്റില്ല. പിണക്കമൊക്കെ തീർക്കും. പക്ഷെ ആ തവണ പിണക്കം കുറച്ചു ദിവസം നീണ്ടു. ദാമ്പത്യ ജീവിതത്തിൽ എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം നമ്മുടെ ദാമ്പത്യ ജീവിതം നിന്നു പോകും. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാതിരിക്കാൻ ബോധപൂർവം നമ്മൾ ശ്രദ്ധിക്കണം. എന്തിനാണ് ഇങ്ങനെ ഒരു ദാമ്പത്യം എന്ന് ഏതോ ഒരു നിമിഷം എനിക്കും തോന്നിയിട്ടുണ്ടാകാം. ഇക്കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്ത് 2 നിമിഷങ്ങൾക്കുള്ളിൽ മനസ്സിലായി ഇതൊരു നല്ല രീതിയിലേക്കല്ല പോകുന്നത്. തുടർന്ന് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. അപ്പോഴും ജയശേട്ടൻ വീട്ടിൽ തന്നെയുണ്ട്. ജയശേട്ടൻ ഇക്കാര്യം ചോദിച്ചുകൊണ്ട് കോളുകൾ വരുന്നുണ്ട്. ലക്ഷ്മി എന്നെ ഡിവോഴ്സ് ചെയ്തത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. തൽക്കാലം ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആൾക്കത് വലിയ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്ന് പിന്നീട് മനസ്സിലായി. ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ ജയശേട്ടൻ വരില്ല. നിങ്ങൾ ഇതുവരെ ഡിവോഴ്സ് ആയില്ലേ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ചെറിയൊരു കാര്യമായിട്ടാണ് എഴുതിയത്. 2 മിനിറ്റിനുള്ളിൽ ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു കളഞ്ഞു. പക്ഷെ അത് ഭയങ്കര വൈറലായി. ഞങ്ങൾ വളരെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. ഈ സംഭവം നടന്നിട്ട് 3-4 മാസം കഴിഞ്ഞു. നമുക്ക് വേണ്ടപ്പെട്ടവർ ഇപ്പോഴും വിളിച്ചു ചോദിക്കുമ്പോൾ ഏട്ടന് വിഷമമുണ്ട്. അങ്ങനെ ഒരു പോസ്റ്റ് വേണ്ടായിരുന്നുവെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും സോറി പറയുമെന്നും ലക്ഷ്മിപ്രിയ കൂട്ടിച്ചേർത്തു.